നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര തർക്കങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ സജീവമായി തുടരുകയാണെന്ന് മധ്യസ്ഥ രാഷ്ട്രമായ ഖത്തർ. ഇരു രാജ്യങ്ങളും തമ്മിൽ തൽക്കാലം നേരിട്ടുള്ള ചർച്ചകൾക്കൊന്നും പദ്ധതിയിട്ടില്ലെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം. വാടക ചെലവ് കുറയ്ക്കാൻ ഷെയറിംഗ് താമസ കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്ന പ്രവാസികൾക്ക് കർശന നിർദ്ദേശങ്ങളുമായി ദുബായ്. അനധികൃത സബ് ലൈറ്റിംഗും അമിതമായി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ബെഡ് സ്പേസ് രീതികളും തടയും. നിയമം ഉടൻ പ്രാബല്യത്തിൽ വരും. ഇന്ത്യയുടെ ആയുർവേദ സിദ്ധ ചികിത്സാ മാതൃകകൾ പിന്തുടർന്ന് പരമ്പരാഗത ചികിത്സാ രംഗം കൂടുതൽ ശക്തിപ്പെടുത്താൻ UAE. ഗവേഷണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഉപരാഷ്ട്രപതിയും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ. കേരളത്തിൽ മഴ ഇനിയും ശക്തമാകും. മഴക്കെടുതിയിൽ ഇതുവരെ 25 മരണം, 4 പേരെ കാണാതായി. ഇന്ന് 8 ജില്ലകളിൽ റെഡ് അലർട്ട്, നാളെ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇടുക്കി, വയനാട്, കാസർഗോഡ്, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മലയോര മേഖലകളിലും നദിക്കരകളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രതാ നിർദ്ദേശം. മഴക്കെടുതി നേരിടുന്നതിൽ വീഴ്ച പറ്റിയെന്ന വിമർശനങ്ങൾക്കിടെ പത്തനംതിട്ടയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി. നദികളിലെ മണ്ണ് നീക്കം ചെയ്യാൻ അടിയന്തര നടപടിയുണ്ടാകുമെന്ന് VD സതീശൻ. പത്തനംതിട്ടയിൽ സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനെ വിമർശിച്ച് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സൗകര്യങ്ങളില്ലെന്ന് MP ഗോവിന്ദൻ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര തർക്കങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ സജീവമായി തുടരുകയാണെന്ന് മധ്യസ്ഥ രാഷ്ട്രമായ ഖത്തർ. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ തൽക്കാലം നേരിട്ടുള്ള ചർച്ചകൾക്കൊന്നും പദ്ധതിയിട്ടില്ലെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാൻ അമേരിക്ക സംഘർഷം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ തേടുകയാണ് ഖത്തർ. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രതിസന്ധി പരിഹരിക്കാനാണ് ശ്രമങ്ങൾ. പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ കക്ഷികളുമായും ബന്ധപ്പെട്ട് മധ്യസ്ഥ ശ്രമങ്ങൾ ഇപ്പോഴും തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൽ അൻസാരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തടസ്സപ്പെട്ടുപോയ ചർച്ചകൾ പുനരാരംഭിക്കാനും നയതന്ത്ര ഇടപെടലുകൾ ശക്തമാക്കാനും സഹായിക്കുന്ന ഒരു ഹ്രസ്വകാല പരിഹാരത്തിനാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത് എന്നും മജീദ് അൽ അൻസാരി വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിടവ് നികത്താനും വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളിലേക്ക് വഴിയൊരുക്കാനും ഈ നീക്കം ഉപകരിക്കും എന്നാണ് ഖത്തറിന്റെ പ്രതീക്ഷ. മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ഖത്തർ മുൻപും വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള സങ്കീർണ വിഷയങ്ങളിൽ വിജയകരമായി മധ്യസ്ഥത വഹിച്ചിട്ടുണ്ട്. എന്നാൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എങ്കിലും ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ നേരിട്ട് പങ്കെടുക്കുന്ന ഉച്ചകോടിയോ യോഗങ്ങളോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടില്ല. മേഖലയിലെ യുദ്ധസമാന അന്തരീക്ഷത്തിന് അയവ് വരുത്താനും വാണിജ്യ സമ്പദ് വ്യവസ്ഥകളെ ബാധിക്കുന്ന ഉപരോധങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തീരുമാനത്തിലെത്താനും ഖത്തറിന്റെ നീക്കം വഴി തുറക്കും എന്ന പ്രതീക്ഷയിലാണ് നയതന്ത്ര ലോകം. അമൃത ന്യൂസ്, ഖത്തർ. വാടക ചെലവ് കുറയ്ക്കാൻ ഷെയറിംഗ് താമസ കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്ന പ്രവാസികൾക്ക് കർശന നിർദ്ദേശങ്ങളുമായി ദുബായ്. സബ് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ റൂമുകൾ വാടകയ്ക്ക് നൽകുന്ന അനധികൃത സബ് ലെറ്റിംഗും അമിതമായി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ബെഡ് സ്പേസ് രീതികളും തടയുന്നതിനുള്ള നിയമം ഉടൻ പ്രാബല്യത്തിൽ വരും. ദുബായിലെ അനധികൃത താമസത്തിന് അറുതി വരുത്താൻ ഇക്കഴിഞ്ഞ മാർച്ചിലാണ് ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനം പുറത്തുവന്നത്. ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 180 ദിവസത്തെ കാലാവധി പൂർത്തിയാകുന്നതോടെയാണ് നിയമം ഔദ്യോഗികമായി നടപ്പിലാവുക. താമസക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് പുതിയ പെർമിറ്റ് സംവിധാനവും നിയന്ത്രണങ്ങളും. പ്രോപ്പർട്ടി ഉടമകൾ, ലൈസൻസുള്ള ഓപ്പറേറ്റർമാർ, ഷെയറിംഗ് താമസത്തിനായി പ്രത്യേകം നിശ്ചയിച്ച യൂണിറ്റുകളിൽ താമസിക്കുന്നവർ എന്നീ 3 വിഭാഗങ്ങൾക്കാണ് നിയമം പ്രധാനമായും ബാധകമാവുക. പ്രോപ്പർട്ടി ഉടമയുടെ രേഖാമൂലമുള്ള മുൻകൂർ അനുമതിയില്ലാതെ അപ്പാർട്ട്മെന്റോ അതിലെ മുറികളോ മറ്റൊരാൾക്ക് മറിച്ചു നൽകാൻ വാടകക്കാരന് നിയമപരമായി അനുവാദമില്ല. വാടക കരാറിൽ മറിച്ചു വിൽക്കാനുള്ള അനുമതി വ്യക്തമായി നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അതിൽ ഇളവുള്ളത്. ഉടമയുടെ അനുമതിയില്ലാതെ മുറികൾ മറിച്ചു നൽകിയാൽ കരാർ ലംഘനമായി കണക്കാക്കി നിയമ നടപടി നേരിടേണ്ടി വരും. എന്നാൽ കുടുംബാംഗങ്ങളോടൊപ്പമുള്ള താമസവും ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത താമസക്കാരെ കൂടെ പാർപ്പിക്കുന്നതും നിയമവിധേയമാണ്. അതേസമയം അനൌദ്യോഗികമായി കിടക്കകളോ മുറികളോ വാടകയ്ക്ക് നൽകുന്നതും ആവശ്യമായ അനുമതികളില്ലാതെ താൽക്കാലിക പാർട്ടീഷനുകൾ നിർമ്മിക്കുന്നതും പരിധിയിൽ കവിഞ്ഞ ആളുകളെ താമസിപ്പിക്കുന്നതും നിയമവിരുദ്ധമായ പരസ്യങ്ങൾ നൽകി ആളുകളെ ആകർഷിക്കുന്നതും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ദുബായ്.
ഇന്ത്യയുടെ ആയുർവേദ സിദ്ധ ചികിത്സാ മാതൃകകൾ പിന്തുടർന്ന് പരമ്പരാഗത ചികിത്സാരംഗം കൂടുതൽ ശക്തിപ്പെടുത്താൻ UAE. ഇതിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതിയും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ പരമ്പരാഗത ചികിത്സാ ഗവേഷണ സമുച്ചയം സന്ദർശിച്ച് ഗവേഷണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. എമിറാത്തി പരമ്പരാഗത ചികിത്സയെ ആധുനിക ശാസ്ത്രീയ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വികസിപ്പിക്കുവാനുള്ള പദ്ധതികളാണ് സന്ദർശനത്തിൽ പ്രധാനമായും ചർച്ചയായത്. ഔഷധസസ്യ ഗവേഷണം, ക്ലിനിക്കൽ പഠനങ്ങൾ, പ്രകൃതിദത്ത ഔഷധങ്ങളുടെ വികസനം, പരമ്പരാഗത ചികിത്സാ അറിവുകളുടെ സംരക്ഷണം എന്നിവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുമെന്നും അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ മെയ് മാസത്തിൽ UAE പ്രതിനിധി സംഘം ഇന്ത്യയിലെ പ്രമുഖ ആയുർവേദ സിദ്ധ യോഗ ഗവേഷണ സ്ഥാപനങ്ങൾ സന്ദർശിച്ച് പഠനം നടത്തിയിരുന്നു. പരമ്പരാഗത ചികിത്സയ്ക്കൊപ്പം ആധുനിക രോഗനിർണയ സംവിധാനങ്ങൾ സംയോജിപ്പിക്കൽ, പഞ്ചകർമ്മ ചികിത്സയിലെ ഗവേഷണം, ചികിത്സകരുടെ പരിശീലനം, ദേശീയ നിലവാരത്തിലുള്ള ചികിത്സാ സംവിധാന വികസനം എന്നിവയാണ് പഠനത്തിന്റെ പ്രധാന ശുപാർശകൾ. ലോകാരോഗ്യ സംഘടനയുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തിയും എമിറാത്തി പരമ്പരാഗത ചികിത്സയ്ക്ക് അക്കാദമിക് അംഗീകാരം ഉറപ്പാക്കിയും UAEയിൽ സമഗ്രമായ ദേശീയ പരമ്പരാഗത ചികിത്സാ സംവിധാനം രൂപീകരിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. അമൃത ന്യൂസ്, ദുബായ്. മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. കാഞ്ഞിരപ്പുഴയിൽ കാണാതായ ഹനീഫയുടെയും കരിയങ്കാട് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട രാജേഷിന്റെയും മൃതദേഹം കണ്ടെത്തി. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ജില്ലകളിൽ തീവ്ര മഴയ്ക്കും അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. പൂനൂർ പുഴ കരകവിഞ്ഞൊഴുകിയതോടെ കണ്ണാടിക്കൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറി. 200ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് 32 ക്യാമ്പുകളിലായി 1000ഓളം പേരാണ് കഴിയുന്നത്. അതേസമയം വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലായിരുന്ന പെരുവയൽ സ്വദേശി മരിച്ചു. 38-കാരനായ സുഹൈലാണ് മരിച്ചത്. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് താമരശ്ശേരി ചുരത്തിലും പാൽ ചുരത്തിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ചുരങ്ങളിലൂടെയുള്ള യാത്ര അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രമാക്കി പരിമിതപ്പെടുത്തണമെന്നും യാത്രകളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും വയനാട് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. വയനാട് ജില്ലയിൽ 14 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 175 പേർ കഴിയുന്നുണ്ട്. കണ്ണൂർ കാഞ്ഞിരപ്പുഴയിൽ കാണാതായ ഹനീഫയുടെ മൃതദേഹം കണ്ടെത്തി. ചെറുപുഴ കരിയങ്ങോട്ട് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട രക്ഷാപ്രവർത്തകൻ രാജേഷിന്റെ മൃതദേഹം പുളിങ്ങോം പാലത്തിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കൗഗോളി കടപ്പുറം, മഞ്ചേശ്വരം, ഉപ്പള, ശരധനഗർ കടപ്പുറം എന്നിവിടങ്ങളിലെല്ലാം കടലാക്രമണം തുടരുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കോഴിക്കോട്. മഴ വീണ്ടും ശക്തി പ്രാപിച്ചതോടെ കോട്ടയം ജില്ലയിൽ ആശങ്കയാണ്. ഏതാനും മണിക്കൂറുകളുടെ ഇടവേളയ്ക്ക് ശേഷം ഉച്ചയോടെ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മഴ വീണ്ടും ശക്തമായി. അതോടൊപ്പം പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. NDRFും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനവുമായി സജീവമായി രംഗത്തുണ്ട്. കോട്ടയം ജില്ലയിൽ പുലർച്ചെ മുതൽ ഏതാനും മണിക്കൂറുകൾ മഴ മാറി തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു. എന്നാൽ ഉച്ചയോടെ വീണ്ടും സ്ഥിതിഗതികൾ മാറി. കിഴക്ക് പടിഞ്ഞാറ് വ്യത്യാസമില്ലാതെ കനത്ത മഴ പെയ്തതിനൊപ്പം റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു. ഇതോടെ ആശങ്ക കൂടുതൽ ശക്തമായി. പാലാ മേഖലയിൽ മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞു. എന്നാൽ പേരൂർ, നീലിമംഗലം, നാഗമ്പടം, കോടിമത, തിരുവാർപ്പ്, കുമരകം തുടങ്ങിയ മേഖലകളിൽ വൈകുന്നേരവും ജലനിരപ്പ് അപകടകരമായ നിലയിൽ തുടരുകയാണ്. ജലനിരപ്പ് കൂടിയെന്നോ കുറയെന്നോ പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. ഒരു 2 ഇഞ്ചോളം ഇന്ന് രാവിലെ താന്നെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ മഴ വരുന്ന കാരണം വീണ്ടും വെള്ളം വരുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മഴ നിന്നാൽ അത് ചീത്തയായിട്ടാണ് ഞങ്ങളുടെ അനുഭവം ഇതുവരെ ഉള്ളത്. നേരത്തെ വന്ന റൂട്ടിൽ കൂടെ അല്ല ഇപ്രാവശ്യം വെള്ളം വന്നത്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്തു വെക്കാൻ നമുക്ക് പറ്റിയില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്ന വെള്ളം എത്തിയിട്ടില്ല. ഒരടി വെള്ളം കൂടെ വന്നു കഴിഞ്ഞാൽ 2018 ഒപ്പം വെള്ളം എത്തും. ഫയർഫോഴ്സും NDRFും ഇന്നും വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. വീടുകളിൽ കഴിഞ്ഞിരുന്ന രോഗികളെയും പ്രായമായവരെയുമാണ് സേനകളുടെ സഹായത്തോടെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത്. 5-6 പേര് നമ്മളിപ്പോൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരെ നമ്മളിപ്പോൾ തന്നെ പോയി എടുക്കുന്നതായിരിക്കും. നമ്മൾ ഇന്നലത്തെ അപേക്ഷിച്ച് ശകലം വെള്ളം കൂടുതലുണ്ട്. എന്നിരുന്നാലും നമ്മൾ പാലാ ഭാഗത്തൊക്കെ വെള്ളം മഴ കൂടുവാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഇവിടെ വരാൻ സാധ്യതയുണ്ട്. എങ്കിലും നിലവിൽ ഇവിടെ ഉള്ള വീട്ടുകാരെ ഇന്നലെ തന്നെ മുഴുവൻ ആൾക്കാർ കയറിയിട്ടുണ്ട്. പിന്നെ 2 നേരം താമസിക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മൾ രാവിലെ വിളിച്ചിട്ടുണ്ട്. അവരെ രാവിലെ നമ്മൾ സേവ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ലോക്കലായിട്ട് നമ്മുടെ ആൾക്കാരുകളൊക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അവരോടൊക്കെ തന്നെ നമ്മൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർ നമ്മൾ നേരിട്ട് നമ്മൾ കൺട്രോൾ റൂം വഴി വിളിച്ച് പറഞ്ഞ് നമ്മളെ അറിയിക്കുന്നുണ്ട്. അവരെ നമ്മളെ കൂടെ കൊണ്ടുവരുന്നുണ്ട്. സ്വന്തം വീട്ടിൽ നിന്നും ബന്ധുവീടുകളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറാൻ തയ്യാറാകാത്തവർ ഇനിയുമുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ സഹായത്തിന് താലൂക്ക് കേന്ദ്രങ്ങളിലെ കൺട്രോൾ റൂമുകളുമായി ജനങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ ജലവിനോദങ്ങൾക്ക് താൽക്കാലിക വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
മണർകാട് പഞ്ചായത്തിലെ അർത്തൂട്ടിയിൽ ഇന്നലെ വെള്ളക്കെട്ടിൽ വീണ് കാണാതായ യുവാവിന്റെ മൃതദേഹം ഇന്ന് കണ്ടെത്തിയിരുന്നു. ഇതോടെ ജില്ലയിൽ ഒരാഴ്ചയ്ക്കിടെ മഴക്കെടുതികളിൽ മരിച്ചവരുടെ എണ്ണം 5 ജില്ലയിൽ മഴക്കെടുതികൾ മൂലമുള്ള നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്ക് ശേഖരിച്ചു വരുന്നതായും ജില്ലാ കളക്ടർ അറിയിച്ചു. അമൃത ന്യൂസ്, കോട്ടയം. കിഴക്കൻ ജില്ലകളിൽ മഴ ശക്തമായി തുടരുന്നതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ വെള്ളം കുട്ടനാട്ടിലേക്ക് ഒഴുകിയെത്തുമെന്ന ആശങ്കയിലാണ് ആലപ്പുഴ ജില്ല. അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിൽ വെള്ളം ഉയർന്നത് ജനജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട്. വെള്ളം കടലിലേക്ക് ഒഴുക്കിവിടാൻ തോട്ടപ്പള്ളി പൊഴി കൂടുതൽ മുറിക്കുന്ന പ്രവൃത്തിയാണ് ഇനി നടക്കേണ്ടത്. ജാഗ്രതാ നിർദ്ദേശം തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ചയും അവധി പ്രഖ്യാപിച്ചു. മഴ ഇന്നും ജില്ലയിൽ ശക്തമായില്ലെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവാണ് ആലപ്പുഴ ജില്ലയെ പ്രതിസന്ധിയിലാക്കുന്നത്. കിഴക്കൻ ജില്ലകളിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ വെള്ളം കുട്ടനാട്ടിലേക്ക് ഒഴുകിയെത്തും. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന പ്രളയജലം കുട്ടനാട്ടിലെത്തിയ ശേഷമാണ് കടലിലേക്ക് ഒഴുകുക. ഇതിനായി തോട്ടപ്പള്ളി സ്പിൽവേ ഷട്ടറുകൾ തുറന്നുവെങ്കിലും ഷട്ടറുകളിൽ പോളയും മാലിന്യവും അടിയുന്നത് വെള്ളത്തിന്റെ ഒഴുക്കിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. തോട്ടപ്പള്ളി പൊഴിയിലൂടെയാണ് വെള്ളം കടലിലേക്ക് ഒഴുകുന്നത്. എന്നാൽ പൊഴി മുറിയുക എന്ന സ്വാഭാവിക പ്രതിഭാസം മാത്രമാണ് തോട്ടപ്പള്ളിയിൽ ഉണ്ടായിരിക്കുന്നത്. അതിനാൽ തന്നെ പൊഴിയുടെ നീളം ഇനിയും വർദ്ധിപ്പിക്കേണ്ടതായുണ്ട്. പൊഴിയുടെ നീളം യന്ത്രങ്ങൾ ഉപയോഗിച്ച് കൂട്ടിയാൽ മാത്രമേ കുട്ടനാട്ടിനെ വെള്ളക്കെട്ടിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയൂ. ഈ പ്രവർത്തനങ്ങളാണ് ഇനി ജില്ലാ ഭരണകൂടം കാര്യക്ഷമമായി നടത്തേണ്ടത്. പൊഴി മുറിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടൊപ്പം ഷട്ടറിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യവും നീക്കം ചെയ്യുന്നത് വെള്ളമൊഴുക്ക് സുഗമമാക്കും. ജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയർന്നതോടെ കുട്ടനാട്ടിലെ മുട്ടാർ, തലവടി, ഇടത്വ പ്രദേശങ്ങളിലും ചെങ്ങന്നൂർ, മാവേലിക്കര പ്രദേശങ്ങളിലും വെള്ളമുയർന്നത് ജനജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ജില്ലയിൽ 53 ക്യാമ്പുകളിലായി 3000-ഓളം ആളുകളാണ് കഴിയുന്നത്. അതേസമയം ജാഗ്രതാ നിർദ്ദേശം തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ചയും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ. പത്തനംതിട്ടയിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ നേരിട്ടെത്തിയ സ്ഥിതിഗതികൾ വിലയിരുത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. റാന്നി, ആറന്മുള, തിരുവല്ല, പന്തളം എന്നീ പ്രദേശങ്ങൾ സന്ദർശിച്ച അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരുമായും സംസാരിച്ചു. എല്ലാ വർഷവും പ്രളയം ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനം നടപ്പിലാക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം നദികളിലെ എക്കലും ചെളിയും എത്രയും വേഗം നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു. അപ്രതീക്ഷിത പ്രളയത്തിൽ വെള്ളപ്പൊക്ക ദുരിതം അനുഭവിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെത്തിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരന്ത സാഹചര്യം വിലയിരുത്താൻ ജനപ്രതിനിധികളുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും സംവദിച്ച ശേഷമാണ് വെള്ളപ്പൊക്കം കനത്ത നാശം വിതച്ച ആറന്മുള, റാന്നി, തിരുവല്ല, പന്തളം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയത്. റാന്നിയിൽ ദുരിതബാധിതരായ ആളുകളെ നേരിട്ട് കണ്ട് സംസാരിച്ച അദ്ദേഹം അവരുടെ പരാതികളും നിർദ്ദേശങ്ങളും കേട്ടറിഞ്ഞു. ജില്ലയിൽ നിലവിൽ 133 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 6000-ഓളം ആളുകളാണ് കഴിയുന്നത്. ക്യാമ്പുകളിൽ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി എത്ര തുക വേണമെങ്കിലും വിനിയോഗിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് അനുമതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ വിലയിരുത്തി സംസ്ഥാന സർക്കാർ പൂർണ്ണമായ അധികാരം ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ട്. എത്ര രൂപ വേണമെങ്കിലും ചെലവാക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. 2018 പ്രളയത്തിനു ശേഷം നദികളിൽ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും നീക്കാൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് വിമർശിച്ച അദ്ദേഹം നദികളിലെ എക്കൽ നീക്കാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. എല്ലാ വർഷവും പ്രളയം ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനം നടപ്പിലാക്കുമെന്നും അതിന്റെ ആദ്യ പദ്ധതി പത്തനംതിട്ട ജില്ലയിൽ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രളയബാധിത മേഖലകളിൽ സമയബന്ധിതമായി ഇടപെടാൻ കഴിഞ്ഞതായും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഏകോപനം ശക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, പത്തനംതിട്ട. മഴക്കെടുതിയിലെ ഏകോപനത്തിൽ പാളിച്ചയുണ്ടായിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ആറന്മുള ക്യാമ്പിൽ പ്രഭാത ഭക്ഷണം എത്തിയില്ല എന്നതായിരുന്നു ആകെ ഉയർന്ന പരാതി. അത് പരിഹരിച്ചുവെന്നും രാഷ്ട്രീയപരമായ ആരോപണങ്ങൾക്ക് മറുപടിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുന്നറിയിപ്പിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തങ്ങളുടെ കുഴപ്പമല്ല. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തന്ന മുന്നറിയിപ്പ് അതാത് സമയങ്ങളിൽ നൽകിയെന്നും മന്ത്രി പറഞ്ഞു. മുന്നറിയിപ്പിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുഴപ്പമില്ല. കാരണം അത് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് തരുന്ന മുന്നറിയിപ്പല്ലാതെ ഞങ്ങൾക്കൊരു മുന്നറിയിപ്പും കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ കൊടുക്കാൻ പാടില്ല. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഞങ്ങൾക്ക് തന്ന മുന്നറിയിപ്പ് അതത് സമയങ്ങൾ കൊടുത്തിട്ടുണ്ട്. 3 മണിക്കൂറൊക്കെ ഇടവിട്ടാണ് വിവരങ്ങൾ തരുന്നത്. റെഡ് അലർട്ട് പിന്നെ 1-ാം തീയതി 7 മണി മുതൽ 10 മണിയായിരുന്നു റെഡ് അലർട്ട്. ഞങ്ങൾ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പല ജില്ലകളും മാറി വന്നു, അത് കൊടുത്തു. അതോടൊപ്പം തന്നെ കേരളം പോലുള്ള സംസ്ഥാനത്ത് 6 മാസം മഴ പെയ്തിട്ടും വലിയ വെള്ളപ്പൊക്കം കാണാത്ത കേരളത്തിൽ ഇന്നൊരു ചെറിയ മഴ പെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്.
മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഹെലികോപ്റ്റർ യാത്ര ഭാര്യ പിതാവിനെ കാണാനാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പേര് പുറത്ത് പറയാനാവാത്ത നിക്ഷേപകനുമായി എന്ത് ഡീലാണ് ഉണ്ടാക്കിയതെന്നും മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സൗകര്യങ്ങളില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. പുറത്തു പറയാനാവാത്ത എന്ത് ഡീലടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററുമായിട്ട് പോയി ഡീലുണ്ടാക്കിയത് എന്ന കാര്യം ഇപ്പോഴും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ടൂർ പരിപാടിയിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാധ്യമങ്ങൾ തന്നെ പുറത്ത് വാർത്തയായിട്ട് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെ വിവാദ പരാമർശവുമായി ഗതാഗത മന്ത്രി CP ജോൺ. പൈസയില്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നുവെന്നും മന്ത്രി പാലക്കാട് പറഞ്ഞു. എന്നാൽ താൻ തെറ്റായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും സ്ത്രീകളുടെ ദരിദ്രാവസ്ഥ പറയുകയാണുണ്ടായതെന്നും മന്ത്രി വിശദീകരിച്ചു. അതേസമയം പരാമർശത്തിനെതിരെ പ്രതിപക്ഷ വനിതാ സംഘടനകൾ രംഗത്തെത്തി. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ സയൻസൊക്കെ പഠിക്കുകയും അതിനെക്കുറിച്ച് ആ ബിഹേവിയർ അഭിനയിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു പാവപ്പെട്ടവനായിട്ട് പണക്കാരൻ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പരമദരിദ്രനായിട്ട് അഭിനയിക്കുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പാലക്കാട് നടന്ന കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് ഗതാഗത മന്ത്രി വിവാദ പ്രസ്താവന നടത്തിയത്. പൈസയില്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നുവെന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ്. ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് ആശുപത്രി. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറുന്നു. പരാമർശം വിവാദമായതോടെ മന്ത്രിക്കെതിരെ വനിതാ സംഘടനകൾ രംഗത്തെത്തി. സ്ത്രീകൾ തള്ളിക്കയറി ബസ്സിൽ യാത്ര ചെയ്യുന്നു, സ്ത്രീകൾ സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്നു. വളരെ മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. പ്രിയദർശിനി ബസ്സുകൾ സ്ത്രീകളാരും ഇവരുടെ ഒന്നും പുറകെ പോയി യാചിച്ചു വാങ്ങിയിരിക്കുന്ന ഒരു ഔദാര്യമല്ല. ഇതേ സ്ത്രീകളുടെ വോട്ട് വാങ്ങിക്കൊണ്ട് അധികാരത്തിലേറിയതിനു ശേഷം സ്ത്രീകൾ മുഴുവനായിട്ട് തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. സ്ത്രീവിരുദ്ധ പരാമർശം എന്ന പേരിൽ വിഷയം കത്തിക്കയറിയതോടെ വിശദീകരണവുമായി മന്ത്രി തന്നെ രംഗത്തെത്തി. കേരളത്തിലെ സ്ത്രീകളുടെ ദരിദ്രാവസ്ഥയാണ് പറഞ്ഞത്. പൊതുവിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവും മെച്ചപ്പെടുത്തണമെന്നാണ് പരാമർശത്തിലൂടെ ഉദ്ദേശിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. ഇനി പ്രസംഗിക്കുമ്പോൾ ഇത്തരം വാക്കുകൾ വരാതെ സൂക്ഷിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഒരു 35-40% ആളുകൾ അതീവ ദുഃഖം, ഈ സാമ്പത്തികമായിട്ടുള്ള ഡിപ്രൈവേഷൻ, ഇല്ലായ്മകളുള്ളവരാണ്. അവരതിനെ മറികടക്കാൻ പലതരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിശ്രമങ്ങളിൽ ഒരു ഗൗരവമായ ഇടപെടലായിരുന്നു പ്രിയദർശിനി. തള്ളിക്കള്ളെന്നുള്ള വാക്കിന് ഇനി ഉപയോഗിക്കാതിരിക്കാം. ഞാൻ തെറ്റായ പരാമർശവും നടത്തിയിട്ടില്ല. എൻ്റെ ലക്ഷ്യമാണല്ലോ പ്രധാനം. അതിൽ ഞാനിനി ഒരു കാര്യം ലേണിംഗ് ഉണ്ട്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ വളരെ കൂളായിട്ട് പണ്ടത്തെ പോലെ പ്രസംഗിക്കരുത്. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും തിരുത്തുവന്നെങ്കിലും മന്ത്രിക്കെതിരെ അതിശക്തമായ നിലപാടാണ് പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം സർക്കാർ ഉദ്ദേശിച്ച രീതിയിൽ പ്രിയദർശിനി ജനകീയമായെങ്കിലും KSRTCക്ക് ഉണ്ടാക്കിയിരിക്കുന്ന സാമ്പത്തിക ബാധ്യത ചെറുതല്ല. മറുവശത്ത് പ്രൈവറ്റ് ബസ് വ്യവസായം തകർച്ചയിലേക്ക് പോകുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. അമൃത ന്യൂസ്, കൊച്ചി. വേനൽ ചൂടിലും വിനോദസഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമെന്ന സ്ഥാനം കൂടുതൽ ശക്തമാക്കി ദുബായിലെ ഇൻഡോർ ടൂറിസം കേന്ദ്രങ്ങൾ. ദി ഗ്രീൻ പ്ലാനറ്റ്, ബട്ടർഫ്ലൈ ഗാർഡൻ തുടങ്ങിയ കേന്ദ്രങ്ങൾ കുടുംബങ്ങൾക്കും കുട്ടികൾക്കും ഒരുപോലെ ആകർഷണമായി മാറുകയാണ്. 3000-ലധികം സസ്യങ്ങളും ജീവജാലങ്ങളും ഉൾക്കൊള്ളുന്ന ഉഷ്ണമേഖല മഴക്കാടിന്റെ അനുഭവമാണ് ദുബായ് സിറ്റി വോക്കിലെ ദ ഗ്രീൻ പ്ലാനറ്റ് ഒരുക്കുന്നത്. ക്യാമ്പിംഗ്, മൃഗസംരക്ഷകരോടൊപ്പമുള്ള പ്രത്യേക പരിപാടികൾ എന്നിവയും ഇവിടെ ലഭ്യമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാനാവുന്ന റെയിൻ ഫോറസ്റ്റ് ക്യാമ്പിംഗ് ഉൾപ്പെടെയുള്ള വിപുലമായ സൗകര്യങ്ങളാണ് ഗ്രീൻ പ്ലാനറ്റിൽ ഒരുക്കിയിരിക്കുന്നത്. അതേസമയം അൽബഷ്റ സൗത്തിലെ ദുബായ് ബട്ടർഫ്ലൈ ഗാർഡനിൽ 50-ലേറെ ഇനങ്ങളിലായി 15,000-ലധികം ചിത്രശലഭങ്ങളാണുള്ളത്. വിദ്യാർത്ഥികൾക്കായി ചിത്രശലഭങ്ങളുടെ ജീവിതചക്രവും ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യവും പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടികളും ഇവിടെ സ്ഥിരമായി സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 31 വരെ നടക്കുന്ന ദുബായ് സമ്മർ ഡെസ്റ്റിനേഷൻസ് ക്യാമ്പയിനിലൂടെ പ്രത്യേക ഓഫറുകൾ, ഹോട്ടൽ ഇളവുകൾ, വിനോദ പരിപാടികൾ എന്നിവയും ഒരുക്കിയതോടെ വർഷം മുഴുവൻ സഞ്ചാരികളെ ആകർഷിക്കുന്ന ആഗോള ടൂറിസം കേന്ദ്രമെന്ന ദുബായിയുടെ സ്ഥാനം കൂടുതൽ ശക്തമാവുകയാണ്. അമൃത ന്യൂസ്, ദുബായ്. ദീർഘയാത്രയ്ക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് വൈദ്യുതിയും വെള്ളവും പാഴാകാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് കുവൈറ്റ് വൈദ്യുതി ജല പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം.
ഊർജ്ജവും വെള്ളവും ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മന്ത്രാലയത്തിന്റെ ദേശീയ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഈ നിർദ്ദേശം. യാത്രയ്ക്ക് മുമ്പ് വീടുകൾ ശരിയായ രീതിയിൽ ഒരുക്കുന്നത് വൈദ്യുതി ലോഡ് ഗണ്യമായി കുറയ്ക്കാനും അനാവശ്യമായ മാലിന്യങ്ങൾ തടയാൻ സഹായിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഇതിലൂടെ ഊർജ്ജ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും വൈദ്യുതി ജല ബില്ലുകൾ കുറയ്ക്കാനും വീട് ഒഴിഞ്ഞു കിടക്കുന്ന സമയത്തെ സുരക്ഷ ഉറപ്പാക്കാനും സാധിക്കുമെന്നും അറിയിച്ചു. കുവൈറ്റ് നീതിന്യായ മന്ത്രാലയവും പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷനും പൗരന്മാരോടും പ്രവാസികളോടും ഇലക്ട്രോണിക് സിഗ്നേച്ചർ സേവനം എത്രയും വേഗം സജീവമാക്കാൻ ആഹ്വാനം ചെയ്തു. ഡിജിറ്റൽ സർക്കാർ സേവനങ്ങളും ബാങ്കിംഗ് ഇടപാടുകളും കൂടുതൽ സുരക്ഷിതവും വേഗത്തിലുമാക്കാനാണ് ഈ നടപടി. കുവൈറ്റ് പൗരന്മാർക്ക് മൈ കുവൈറ്റ് ID ആപ്പ് ഇല്ലെങ്കിൽ സ്വയം സേവന കിയോസ്കുകൾ വഴി സേവനം സജീവമാക്കാം. പ്രവാസികൾക്ക് കുവൈറ്റ് പൗരന്മാർക്ക് മൈ കുവൈറ്റ് ID ആപ്പ് അല്ലെങ്കിൽ സ്വയം സേവന കിയോസ്കുകൾ വഴി സേവനം സജീവമാക്കാം. പ്രവാസികൾക്ക് രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിലുള്ള പ്രത്യേക സ്വയം സേവന ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇലക്ട്രോണിക് ഒപ്പിടൽ ആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കും. ഇലക്ട്രോണിക് ഒപ്പിടൽ സജീവമാക്കിയാൽ സർക്കാർ വകുപ്പുകളിലെയും ബാങ്കുകളിലെയും വിവിധ ഓൺലൈൻ സേവനങ്ങൾ നേരിട്ട് ഉപയോഗിക്കാനുമാകും. ഭാവിയിൽ കൂടുതൽ ഡിജിറ്റൽ സേവനങ്ങൾ ഇതുമായി ബന്ധിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു. വാഹനങ്ങളിൽ അമിതമായി യാത്രക്കാരെ കയറ്റുന്നത് ഗുരുതര സുരക്ഷാ ഭീഷണിയാണെന്ന് അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകി. ഇത്തരം നിയമലംഘനങ്ങൾ ഡ്രൈവറുടെ വാഹന നിയന്ത്രണം കുറയ്ക്കുകയും അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പോലീസ്. അമിത യാത്രക്കാരുമായി വാഹനം ഓടിക്കുന്നവർക്ക് 500 ദിർഹം പിഴ, ബ്ലാക്ക് പോയിന്റുകൾ, വാഹനം പിടിച്ചെടുക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരും. റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ വാഹനത്തിന്റെ അനുവദനീയ ശേഷി കർശനമായി പാലിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. കുവൈറ്റിൽ കട്ടിലിൽ നിന്ന് വീണ് ഗുരുതരാവസ്ഥയിലായെന്ന മകളുടെ മൊഴിയിൽ പ്രവാസി വയോധികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സംഭവത്തിൽ ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം ശക്തമാക്കി. ഒരു സിറിയൻ പ്രവാസി ഗുരുതരമായി പരിക്കേറ്റ് കോമയിലായ സംഭവത്തിലാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതായാണ് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ മകൾ നൽകിയ മൊഴി. എന്നാൽ മകൾ നൽകിയ മൊഴിയിൽ ദുരൂഹതയുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് അന്വേഷണം ശക്തമാക്കിയത്. ദുബായിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ മലയാളി മരിച്ചതായി സ്ഥിരീകരിച്ചു. കൊട്ടാരക്കര പട്ടാഴി സ്വദേശി ഷിജിൻ പോളാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. 8 മാസം മുമ്പാണ് ഷിജിൻ ദുബായിൽ എത്തിയത്. ദുബായിലെ ദി കാർ സൂപ്പർ സ്റ്റോറിൽ വീഡിയോഗ്രാഫറായിരുന്നു. സ്ഫോടനത്തിൽ പരിക്കേറ്റ ഷിജിൻ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. 1 വർഷം മുമ്പായിരുന്നു ഷിജിന്റെ വിവാഹം. കുവൈറ്റിലെ ജലീബ് അൽ ഷുയൂഖ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥനെന്ന വ്യാജേന പ്രവാസികളെ കൊള്ളയടിക്കുന്ന പൗരത്വമില്ലാത്തയാളെ കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തു. അൽറായി പ്രദേശത്തെ പ്രമുഖ ഷോപ്പിംഗ് മാളിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത്. ഇതോടെ ഫർവാനിയ ഗവർണറേറ്റിലെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇയാൾ നടത്തിയ 10ഓളം കവർച്ചാ കേസുകൾ തെളിഞ്ഞു. ഇയാളുടെ കൈവശം കണ്ടെത്തിയ വാഹനം ഇതേ രീതിയിൽ കവർച്ച ചെയ്തതാണെന്നും അന്വേഷണത്തിലൂടെ വ്യക്തമായി. മയക്കുമരുന്ന് ഉപയോഗത്തിനുള്ള പണം കണ്ടെത്തുന്നതിനാണ് ഏഷ്യൻ പ്രവാസികളെ ലക്ഷ്യമിട്ട് ഇയാൾ കവർച്ച നടത്തിയിരുന്നത് എന്നും അന്വേഷണത്തിൽ വ്യക്തമായതായി അധികൃതർ അറിയിച്ചു. സ്വദേശി വേഷത്തിൽ ഇരകളെ സമീപിക്കുകയും ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനാണ് താനെന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തുകൊണ്ടായിരുന്നു കവർച്ച നടത്തിയിരുന്നത്. കുവൈറ്റിലെ ചരിത്ര പ്രാധാന്യമുള്ള ഫൈലാഖ ദ്വീപിൽ നിന്ന് ദിൽമുൽ നാഗരികതയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ 2 മുദ്രകൾ കണ്ടെത്തി. കുവൈറ്റ് നാഷണൽ കൗൺസിൽ ഫോർ കൾച്ചർ, ആർട്സ് ആൻഡ് ലെറ്റേഴ്സിലെ പുരാവസ്തു മ്യൂസിയം വിഭാഗം ഡയറക്ടർ ഡോക്ടർ സുൽത്താൻ അൽ ദുവൈഷ് ആണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. കുവൈറ്റ് ഡെൻമാർക്ക് പുരാവസ്തു ദൗത്യ സംഘവും കുവൈറ്റ് സ്ലോവാക്യ ദൗത്യ സംഘവും സംയുക്തമായി നടത്തിയ ഖനനത്തിലാണ് ഇവ കണ്ടെത്തിയത്. ഈ മുദ്രകൾക്ക് വലിയ ചരിത്ര പുരാവസ്തു പ്രാധാന്യമുള്ളതെന്നും ഡോക്ടർ ദുവൈഷ് വ്യക്തമാക്കി. സൗദിയിൽ 2025 മോഡൽ ഓഡി Q5 വിഭാഗത്തിൽപ്പെട്ട 96 വാഹനങ്ങൾ വിപണിയിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നതായി വാണിജ്യ മന്ത്രാലയം. മുൻ സീറ്റുകളിലെ സീറ്റ് ബെൽറ്റ് പ്രീ ടെൻഷനറിലെ സാങ്കേതിക പിഴവ് മൂലമാണ് 96 വാഹനങ്ങൾ വിപണിയിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നത്. കാറുകൾ recalls.sa എന്ന ഔദ്യോഗിക പോർട്ടൽ സന്ദർശിച്ച് വാഹനത്തിന്റെ ചേസിസ് നമ്പർ പരിശോധിക്കുകയും ഈ ലിസ്റ്റിൽപ്പെട്ട കാറാണെങ്കിൽ തകരാർ സൗജന്യമായി പരിഹരിക്കുന്നതിനായി ഔദ്യോഗിക ഏജന്റായ സമാക്ക മോട്ടോഴ്സുമായി ബന്ധപ്പെടാൻ മന്ത്രാലയം നിർദ്ദേശിച്ചു.
ജിദ്ദ ബഗ്ദാദിയയിലെ അൽവഫ ഹൈപ്പർ മാർക്കറ്റ് അതിന്റെ 200ാം ദിനാഘോഷം വമ്പിച്ച ഓഫറുകളോടും ആഘോഷ പരിപാടികളോടുകൂടി സംഘടിപ്പിക്കുന്നു. 2026 ഓഗസ്റ്റ് 5 മുതൽ 8 വരെ നടക്കുന്ന ഈ ആഘോഷത്തിൽ സൗദി അറേബ്യയിലെ ഏറ്റവും മികച്ച വിലക്കുറവും 100 കണക്കിന് ഉൽപ്പന്നങ്ങൾക്ക് അതിശയകരമായ ഓഫറുകളുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ഷോപ്പിംഗ് പ്രേമികൾക്കും കുടുംബങ്ങൾക്കും ഒരുപോലെ മറക്കാനാവാത്ത നല്ല അനുഭവം സമ്മാനിക്കുകയാണ് ജിദ്ദ ബാഗ്ദാദിയിലെ അൽവഫ ഹൈപ്പർ മാർക്കറ്റ്. 200ാം ദിനാഘോഷം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന 2026 ഓഗസ്റ്റ് 5 മുതൽ 8 വരെ നടക്കുന്ന മെഗാ ഓഫർ മേളയിൽ ജനപ്രിയ ഉൽപ്പന്നങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാകും. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, മാംസം, മത്സ്യം, ഗ്രോസറി, ഫ്രോസൺ ഫുഡ്സ്, ഡയറി, ബേക്കറി വിഭവങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഗൃഹോപകരണങ്ങൾ, കിച്ചൺ വെയർ, ട്രെൻഡി ഫാഷൻ വസ്ത്രങ്ങൾ, കുട്ടികൾക്കുള്ള ഉൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി ആയിരക്കണക്കിന് സാധനങ്ങളാണ് വിസ്മയിപ്പിക്കുന്ന ആഘോഷ വിലയിൽ ലഭ്യമാക്കുന്നത്. സൗദി അറേബ്യയിലെ ഹൈപ്പർ മാർക്കറ്റ് മേഖലയിലെ ഏറ്റവും മത്സരാധിഷ്ഠിതമായ വിലകളാണ് ഈ ആഘോഷകാലത്ത് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതെന്ന് അൽ വഫ മാനേജ്മെന്റ് വ്യക്തമാക്കി. മികച്ച ഗുണനിലവാരം ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കി ഓരോ കുടുംബത്തിനും പരമാവധി ലാഭം ഉറപ്പാക്കുക എന്നതാണ് ഈ ആഘോഷത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഷോപ്പിങ്ങിനെത്തുന്ന കുടുംബങ്ങൾക്കായി ആകർഷകമായ സമ്മാനങ്ങളും സർപ്രൈസ് ആക്ടിവിറ്റികളും അൽ വഫ മാനേജ്മെന്റ് അറിയിച്ചു. സുൽഫിഖ്റോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. ഷാർജ മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്ത 6 മാസത്തിലധികമായി കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുന്ന വാഹനങ്ങളും യന്ത്ര സാമഗ്രികളും പൊതുലേലത്തിൽ വിൽക്കാൻ ഒരുങ്ങുന്നു. കാറുകൾ, മോട്ടോർ സൈക്കിളുകൾ, മറ്റ് യന്ത്ര സാമഗ്രികൾ എന്നിവയുടെ ഉടമകൾ വാഹനങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള നടപടിക്രമങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഇതിനായി ഉടമകൾ ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ 5ലെ കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നേരിട്ട് ഹാജരായി ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കണം. നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടപടികൾ സ്വീകരിക്കാത്ത വാഹനങ്ങളും യന്ത്ര സാമഗ്രികളും പൊതുലേലത്തിലൂടെ വിറ്റഴിക്കുമെന്ന് മുനിസിപ്പാലിറ്റി മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാസ്റ്റ് അയൺ, ഡക്റ്റൈൽ അയൺ ഇരുമ്പ് പൈപ്പുകൾക്ക് സൗദി സർക്കാർ അധിക നികുതി ഏർപ്പെടുത്തി. സൗദിയിലെ പ്രാദേശിക നിർമ്മാണ കമ്പനികളെ വിപണിയിലെ അനാവശ്യ മത്സരങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. സൗദി വാണിജ്യ മന്ത്രിയും ജനറൽ അതോറിറ്റി ഫോർ ഫോറിൻ ട്രേഡ് ചെയർമാനുമായ ഡോക്ടർ മജീദ് അൽ ഖസബിയാണ് ഇത് സംബന്ധിച്ച് അന്തിമ ഉത്തരവ് പുറപ്പെടുവിച്ചത്. സൗദി അറേബ്യയുടെ ഔദ്യോഗിക ഗസറ്റായ ഉമ്മുൽ ഖുറയിൽ പ്രസിദ്ധീകരിച്ച ഈ തീരുമാനം ഓഗസ്റ്റ് 4 മുതൽ 5 വർഷത്തേക്ക് പ്രാബല്യത്തിൽ വരും. ഇന്ത്യയുടെ 80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഹർ ഘർ തരിങ്ക ക്യാമ്പയിനിൽ എല്ലാവരും പങ്കുചേരണമെന്ന് എംബസി അറിയിച്ചു. ഇന്ത്യൻ ദേശീയ പതാക സ്വന്തം വീടുകളിൽ ഉയർത്തി ത്രിവർണ്ണ പതാകയ്ക്കൊപ്പമുള്ള ഒരു സെൽഫി harghar-tiringa.com എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനാണ് ആഹ്വാനം. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ അന്താരാഷ്ട്ര യുവജന വിഭാഗമായ അയുത് സംഘടിപ്പിച്ച യൂറോപ്യൻ യൂത്ത് സമ്മിറ്റ് ജർമ്മനിയിലെ ഹോഫ് ഹെറൻബർഗിലുള്ള മാതാ അമൃതാനന്ദമയി സെന്ററിൽ നടന്നു. മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനും അമ്മയുടെ മുതിർന്ന ശിഷ്യനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തു. സമാധാനത്തിനും സഹവർത്തിത്വത്തിനുമായി യുവജനങ്ങൾ എന്ന പ്രമേയത്തെ ആസ്പദമാക്കി ജർമ്മനിയിലെ ഹോഫ് ഹെറൻബർഗിലുള്ള മാതാ അമൃതാനന്ദമയി സെന്ററിലാണ് 22ാമത് യൂറോപ്യൻ യൂത്ത് സമ്മിറ്റ് നടന്നത്. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് യുവപ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയെ ഭക്തി ആദരപൂർവ്വമാണ് അയൂത്ത് പ്രവർത്തകർ സ്വീകരിച്ചത്. സമൂഹത്തിൽ സമർപ്പിത മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന യുവാക്കളെയാണ് നാടിനാവശ്യമെന്നും മാനവിക മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ പുതുതലമുറ തയ്യാറാകണമെന്നും സ്വാമി അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു. Mass is beyond our differences to the one divine essence present in every being. Her very presence inspires and transforms us into better instruments for one humanity. യുവജനങ്ങളിൽ നേതൃപാടവം വളർത്തുക, പരിസ്ഥിതി സംരക്ഷണം, മാനസികാരോഗ്യം, സാമൂഹിക സേവനം, ഡിജിറ്റൽ യുഗത്തിലെ ധാർമ്മികത തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കി വിവിധ വിദഗ്ധർ നയിച്ച ശില്പശാലകളും പാനൽ ചർച്ചകളും ധ്യാന പരിശീലനവും ഭജനയും ഉച്ചകോടിയുടെ ഭാഗമായി നടന്നു. അമൃതേശ്വരി ജഗദീശ്വരി സുരപൂജിതേ
യുനെസ്കോ പ്രതിനിധി ജലീന സെലനോവിച്ച് ഉൾപ്പെടെയുള്ള പ്രമുഖർ ചർച്ചകൾക്കും ക്ലാസുകൾക്കും നേതൃത്വം നൽകി. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ യൂറോപ്യൻ ചുമതല വഹിക്കുന്ന സ്വാമി ശുഭാമൃതാനന്ദപുരി, ഫ്രാൻസ് മഠാധിപതി സ്വാമിനി അമൃതജ്യോതി പ്രാണ തുടങ്ങിയവർ സമ്മിറ്റിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് അമൃത TV. ശ്രീലങ്കൻ ടെസ്റ്റ് പരമ്പരയ്ക്കായി ഇന്ത്യൻ ടീം കൊളംബോയിലെത്തി. 2 ടെസ്റ്റ് മത്സരങ്ങളടങ്ങിയ പരമ്പരയ്ക്ക് മുമ്പായി 3 ദിവസത്തെ സന്നാഹ മത്സരവും നടക്കും. ഓഗസ്റ്റ് 15 മുതൽ 19 വരെ ഗാൾ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലും ഓഗസ്റ്റ് 23 മുതൽ 27 വരെ കൊളംബോയിലെ SSC ഗ്രൗണ്ടിലുമായാണ് പരമ്പര നടക്കുക. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.